ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കൃപ ലഭിച്ചല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവകൃപയാൽ സന്തോഷമായി, സമാധാനമായി, സൗഖ്യമായി ഇരിക്കുന്നുവെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇനിയും ദൈവം നമുക്ക് ധാരാളം നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ഒരുക്കും. നമ്മളെ അവൻ ജയോത്സവമായി വഴി നടത്തും. വളരെ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ ചില അനർത്ഥങ്ങൾ സംഭവിക്കുമ്പോൾ ഏത് മനുഷ്യനായാലും പകച്ചു പോകും. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ ഒരു ഭക്തനായ മനുഷ്യനാണ് പഴയ നിയമത്തിൽ നാം കാണുന്ന ഇയ്യോബ്. ഇയ്യോബ് നേരുള്ളവനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനും യഹോവ ഭക്തനുമായിരുന്നുവെന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പൊടുന്നനവേ തൻ്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ആഞ്ഞടിച്ചു. തൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, ഇയ്യോബിൻ്റെ ആരോഗ്യം വളരെ തകർന്നുപോയി. മരണത്തോട് മല്ലടിക്കുന്ന ഒരു സന്ദർഭം വരെ ഇയ്യോബ് എത്തിച്ചേർന്നുവെന്ന് ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇയ്യോബിൻ്റെ ദുരവസ്ഥ മനസ്സിലാക്കി ഇയ്യോബിനെ ആശ്വസിപ്പിക്കുവാൻ വന്ന 3 സ്നേഹിതന്മാരുണ്ട്. അതിൽ ശൂഹ്യനായ ബിൽദാദ് ഇയ്യോബിനോട് 8-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും എന്ന്. ഇത്രത്തോളം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുന്നത് നമുക്ക് അല്പം സമാധാനം തരും. എന്നാൽ തനിക്ക് സംഭവിച്ച ദുരവസ്ഥ ഓർത്തു നോക്കുമ്പോൾ ഇനി എങ്ങനെ സന്തോഷിക്കാൻ കഴിയുമെന്നാണ് ചിലപ്പോൾ ഇയ്യോബ് ചിന്തിച്ചത്. നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ ചിന്തിക്കുകയുള്ളൂ. കാരണം എല്ലാം നഷ്ടപ്പെട്ടു, ഇനിയും പ്രതീക്ഷയ്ക്കൊരു വകയുമില്ലാത്ത സ്ഥാനത്ത് എങ്ങനെ ചിരിക്കാൻ കഴിയും? ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ സന്തോഷമുണ്ടെങ്കിൽ മാത്രമാണ് അത് ചിരിയായി പുറത്തോട്ട് വരുന്നത്. മനുഷ്യന് മാത്രമാണ് ചിരിക്കാനുള്ളൊരു കഴിവ് ദൈവം നൽകിയിരിക്കുന്നത്. നാം ഇനി ചിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇയ്യോബിന് ചിരിക്കണമെങ്കിൽ അതുപോലെയുള്ള സന്തോഷകരമായ ഒരു അനുഭവം തൻ്റെ ജീവിതത്തിൽ വീണ്ടും ഉണ്ടാകണം. അത് മനുഷ്യന് അസാധ്യമാണ്. എന്നാൽ ദൈവത്താൽ സകലവും സാധ്യമാണെന്ന് നമുക്കറിയാം. എന്തായാലും ഇയ്യോബിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടുവോ അതെല്ലാം ഇരട്ടിയായി ദൈവം ഇയ്യോബിന് മടക്കിക്കൊടുത്തുവെന്ന് ഇയ്യോബിൻ്റെ അവസാന അധ്യായം 42-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അതായത് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നാണ് അവിടെ നമുക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാൻ സാധിക്കുന്നത്. അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും കൊണ്ട് നിറയ്ക്കുമെന്ന് പറഞ്ഞാൽ ആർപ്പിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവം ആമേൻ ഇയ്യോബിന് ലഭിക്കുമെന്ന് പറഞ്ഞു. അത് അങ്ങനെ തന്നെ ലഭിക്കുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇനി ഒരിക്കലും സന്തോഷിക്കാൻ വകയില്ല. എല്ലാം തകർന്നടിഞ്ഞു, ഒരാശയ്ക്കും പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു വാക്ക് പറയാം. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മനുഷ്യൻ്റെ കണക്കുകൂട്ടലല്ല ദൈവത്തിൻ്റെ കണക്കുകൂട്ടൽ. അവൻ നമ്മെക്കുറിച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ചിന്തിക്കുന്നത്. ഈ ദിവസം ഈ ദൈവവചനം പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ഇയ്യോബിനെ മാനിച്ച ദൈവം
ആമേൻ. ഇന്ന് ഈ ദിവസം ഏതെങ്കിലും ഭാരങ്ങളിൽ കൂടി, ടെൻഷനിൽ കൂടി, തകർച്ചയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നുവെങ്കിൽ വിശ്വസിക്കുക, ദൈവം ഇനിയും ചിരിക്കുവാനുള്ള അവസരം തരും, സന്തോഷിക്കുവാനുള്ള അവസരം തരും. നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാണ്. നമുക്ക് ഈ ദൈവത്തെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ സാധിക്കും. അവൻ നമ്മെ ഒരിക്കലും തകർത്ത് കളയുന്ന ദൈവമല്ല, നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഏറ്റവും അടുത്ത നിമിഷം തന്നെ നമുക്കൊരു സന്തോഷത്തിൻ്റെ അനുഭവം ജീവിതത്തിൽ വന്നു ചേരുവാനിടയായിത്തീരും. ഈ ദൈവവചനങ്ങളാൽ ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കുമെന്ന് വാക്ക് തരുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ ഈ ലഘു സന്ദേശം നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും അനുഗ്രഹവും ആശ്വാസമായി തീരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്ന് നമുക്ക് ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.